Hello my dear HEVU second sem BBA students, welcome you all to our new class of organizational behavior. Okay, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. സോ ലെറ്റ് us start our class. ഓക്കെ, വാട്ട് ഈസ് ഓർഗനൈസേഷൻ? നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നോക്കുന്നത് എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്നതാണ്. നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ ഈസ് എ place where multiple people work together in structured way to achieve a specific or set of goals. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒന്നോ അല്ല അധികമോ മൾട്ടിപ്പിൾ പീപ്പിൾസ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു വേയിൽ അല്ലെങ്കിൽ ഒരു പ്രീ ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ളൊരു വേയിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് ലക്ഷ്യം വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുക, ആ പ്ലേസിനെയാണ് ഓർഗനൈസേഷൻ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ആ ഒരു ഗോള്, എല്ലാ ഓർഗനൈസേഷനും ഓരോ ഗോൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം വ്യക്തികൾ എന്താണ് ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ രീതിയിൽ എന്താണ് വർക്ക് ചെയ്യുന്ന ആ പ്ലേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞത്, ഗോൾസ് ആർ ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ബേസിക് എലമെൻ്റ് ആണ് എന്ത്, ഗോൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളിപ്പോൾ ബേസിക് എലമെൻറ്റ്സ് എക്സാമ്പിൾ ONGC, അതുപോലെ ഇൻഫോസിസ്, അതുപോലെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ അതിന് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു വർക്കിംഗ് പ്ലേസ് ആണ് അല്ലേ. മൾട്ടിപ്പിൾ പീപ്പിൾസ് എന്താണ് ഒരുമിച്ച് നിന്നിട്ട് ഒരു സ്ട്രക്ചേർഡ് വേയിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് അച്ചീവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്ലേസ് ആണ് ഓർഗനൈസേഷൻ അല്ലേ. ഈ സെക്കൻഡ് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഓർഗനൈസേഷൻ ക്യാൻ ബി കമ്പയർ ടു എ ഹ്യൂമൻ ബോഡി. ഓർഗനൈസേഷൻ നമുക്കൊരു ഹ്യൂമൻ ബോഡിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദ ഹ്യൂമൻ ബോഡി മേക്കപ്പ് ഓഫ് ഹാൻഡ്സ്, ഫീറ്റ്, ഐ, ഇയർ, നോസ്, ഫിംഗർ, മൗത്ത് എക്സെട്ര. ശരിയാണ് അല്ലേ. ഒരു ഹ്യൂമൻ ബോഡിയിൽ ഇത്രയും എന്താണ് പാർട്ടുകളുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ദീസ് പാർട്ട് പെർഫോം ദെയർ ടാസ്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് അറ്റ് സെയിം ടൈം വൺ പാർട്ട് ക്യാനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് അതേഴ്സ്. അപ്പോൾ ഇത്രയും പാർട്ടുകൾ എന്താണ് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുകയാണ് അല്ലേ. പിന്നെ എന്താണ്, ഒന്നിന് പകരം വെക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് കണ്ണിന് പകരം കണ്ണിനെ വേണം അല്ലെ, നമുക്ക് കാണാൻ സ്മെല്ല് ചെയ്യണമെങ്കിൽ മൂക്ക് തന്നെ വേണം അല്ലേ, എന്തെങ്കിലും കേൾക്കണമെങ്കിൽ ചെവി തന്നെ വേണം, അല്ലെങ്കിൽ ചെവിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് കൈ വെക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഒന്നിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ എന്താണ്, ദ സെയിം പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ സെയിം പ്രിൻസിപ്പിൾസ് തന്നെയാണ് നമുക്ക് ഓർഗനൈസേഷൻ നമുക്ക് ആപ്ലിക്കബിൾ ആവാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ എന്താണ് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്താണ് അവർക്ക് അവരുടേതായ ഡ്യൂട്ടികൾ ഉണ്ടായിരിക്കും. അതിൽ ടാലൻറ്റഡ് ആയ ആൾക്കാരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്ക് വന്ന് ആ വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ പെർഫെക്ഷൻ കിട്ടില്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അതന്നെയാണ് പറഞ്ഞത്, ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒന്നിനും പകരം വയ്ക്കാൻ പറ്റില്ല, എല്ലാവരും എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാരി ഔട്ട് ഇറ്റ്സ് വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കാനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ടു അതർ. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോ പേഴ്സൺസും അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവരുടെ വർക്ക് ചെയ്യുന്നത്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് പകരം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് വയ്ക്കാൻ പറ്റില്ല, ഒന്നിന് പകരം ഒന്നായിട്ട് വയ്ക്കാൻ സാധിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ. ഈ ഒരു 2 പോയിന്റ് ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനേ ഉള്ളൂ. ഈ ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ 6 ഫങ്ഷൻസ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ഡിറ്റർമിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, സെക്കൻഡ് വൺ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, തേർഡ് വൺ അലോട്ട്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ടു സ്പെസിഫിക് പേഴ്സൺ, ഫോർത്ത് വൺ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ഫിഫ്ത്ത് വൺ ഡിഫൈൻഡ് റിലേഷൻഷിപ്പ്, ദെൻ സിക്സ്ത് വൺ കോർഡിനേഷൻ ഓഫ് വാരിയസ് ആക്ടിവിറ്റീസ്. ഇതെന്താണുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് ഡിറ്റർമിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ഡിറ്റർമിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദ ഡിസിഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വാരിയസ് ആക്ടിവിറ്റീസ് ടു അച്ചീവ് ദ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ എന്താണ് ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് എന്താണ് ഡിസിഷനും വാരിയസ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക റിലേറ്റഡ് ആയിട്ട് ഡിവിഷനും ആൻഡ് എന്താണ് ഡിസിഷൻസും എടുക്കുക, അതാണ്. Then second one, grouping of activities. The similar activities of an organizations are grouped under the individual or a department. Similar activities ഒരു ഓർഗനൈസേഷൻ്റെ സിമിലർ ആക്ടിവിറ്റീസ് എന്താണ് ഒരു ഗ്രൂപ്പാക്കി മാറ്റുകയാണ്.
ഓക്കെ, അണ്ടർ ഒരു ഇൻഡിവിജ്വലിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലോ ആക്കി മാറ്റുക. അതാണ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ദെൻ അലോട്ട്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി ടു സ്പെസിഫിക് പേഴ്സൺസ്. എന്താണ് ഓരോ പേഴ്സൺസിനും അവർക്ക് എന്താണ് ഡ്യൂട്ടി, അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ ടാലൻസിനും അവരുടെ എഫിഷ്യൻസിക്കും എന്താണ് അനുസരിച്ചിട്ട് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക അല്ലേ. ഇപ്പോൾ നമുക്കിപ്പോൾ പല ടാലൻറ്റുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. ചിലർക്ക് ഇപ്പോൾ ടീച്ചിങ്ങിലായിരിക്കും, ചിലർക്ക് വേറെ മറ്റു പല ബിസിനസ് മൈൻഡായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ എന്താണ് അവരുടെ ക്വാളിറ്റിക്കും ക്വാളിഫിക്കേഷനും അനുസരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ബെറ്റർ പെർഫോമൻസ് അവർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ലെവൽ കോൺഫിഡൻസ് ലെവൽസിൽ അനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുക, ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റീസ്. ഇതെന്താണ്, ഇറ്റ് വിൽ ബി വെരി ടഫ് ഫോർ എ പേഴ്സൺ ടു പെർഫോം ദ ഡ്യൂട്ടി എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, ഇഫ് ദർ ഈസ് നോ അതോറിറ്റി ടു ഡു ഇറ്റ് വൈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി റെസ്പോൺസിബിൾസ് ആർ ഫിക്സഡ്. അതായത് എന്താ വെച്ചെങ്കിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, നമുക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് തരാൻ, നമുക്ക് വേണ്ടി സജഷൻസ് തരാൻ നമ്മുടെ മുകളിൽ ഒരാൾ നമുക്ക് അധികാരം നമുക്ക് തരിക അല്ല. നമ്മൾ ഈസി ആയിരിക്കാതെ നമുക്ക് എന്താണ് അധികാരം തരിക, നമ്മൾ തരുന്ന ജോലി നമുക്ക് പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി. ഇനി ഡിഫൈൻ റിലേഷൻഷിപ്പ്. when a group of people is working together for a common goal, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടു ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് എമംഗ് ദം. അപ്പോൾ എന്താണ് അവരുടെ റിലേഷൻഷിപ്പ് അല്ല. അപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഒരു 10 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ എന്താണ് ആ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അല്ലാതെ ഇപ്പോൾ നമുക്ക് എന്താണ് നമ്മളെപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരിക്കും, നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ എന്താണ് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞത്, ഇഫ് ഇറ്റ് ഈസ് ഡൺ ഈച്ച് പേഴ്സൺ വിൽ നോ ഹൂ ഈസ് ഹിസ് ബോസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും മനസ്സിലാവും ആരാണ് ആ വ്യക്തിയുടെ ബോസ്. ഇപ്പോൾ ഒരു 10 പേരുണ്ട്, അതിലിപ്പോൾ ഒരു ലീഡർ ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോരുത്തർ അവരുടേതായ ആ ഒരു ഇത് പറയുകയാണെങ്കിൽ, റിലേഷൻ പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ ലീഡർ, നമ്മുടെ ബോസ് ഇതാണെന്നത് ആ ബാക്കിയുള്ള 9 പേർക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, ഫ്രം ഹൂം ഹി ഹാസ് ടു റിസീവ്ഡ് ഓർഡർ ആൻഡ് ടു ഹൂം ഹി ഈസ് ആൻസറബിൾ. നമ്മൾ ആരെ കയ്യിൽ നിന്നാണോ നമ്മൾ ഓർഡർ സ്വീകരിക്കേണ്ടത്, നമ്മൾ ആർക്കാണോ ആൻസർ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ ഇപ്പോൾ പുതുതായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ മാനേജേഴ്സ് ആരാണ്, നമ്മൾ ആരോടാണ് റെസ്പോൺസിബിൾ, നമുക്ക് ആരുടെ ഭാഗത്തു നിന്നാണ് ആൻസർ വരിക, നമ്മൾ ക്വസ്റ്റ്യൻസ് വരിക, നമ്മൾ ആരോടാണ് ആൻസർ പറയാൻ റെസ്പോൺസിബിൾ ആവുക. ചിലർ പറയുന്നുണ്ട് ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, എനിക്ക് നിങ്ങളോട് ആൻസർ പറയേണ്ട ആവശ്യമില്ല, ഞാൻ അതാത് അധികൃതരോട് പറയുകയാണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതൊക്കെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഒരു ഭാഗമാണ്. ദെൻ കോർഡിനേഷൻ ഓഫ് വാരിയസ് ആക്ടിവിറ്റീസ്. ഇവിടെ എന്താണ് പറയുന്നത്, കോർഡിനേഷന് കമ്പൽസറി ആണ്. നല്ല കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് എന്താണ് അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എലമെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഫങ്ഷൻസ് ഏതൊക്കെയായിരുന്നു, ഡിറ്റർമിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, allotment of duty to specified persons, delegation of authority, defined relationship, coordination of various activities. Then elements of organization. Elements of an organization. ഏതൊക്കെയായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഘടകം നമ്മൾ ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ ബോഡിയുടെ എലമെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ ഹാൻഡ്, ഐ, നോസ്, ഇയർ, ഫീറ്റ്, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതേപോലെ ഒരു ഓർഗനൈസേഷൻ എലമെൻറ്റ്സ് അതിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യെസ് എന്തൊക്കെയായിരിക്കും? പീപ്പിൾസ് വേണം, പിന്നെ ഒരു സ്ട്രക്ചർ വേണം അല്ലേ. വെറുതെ തോന്നിയ പോലെ നമുക്ക് ഇഷ്ടത്തിന് എന്താണ് നമുക്ക് ഒരിക്കലും ഒരു ഓർഗനൈസേഷനിൽ എവിടെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പഠിക്കുകയായിക്കോട്ടെ, നമ്മളൊരു വർക്ക് ചെയ്യുകയായിക്കോട്ടെ, അതിനൊരു സ്പെസിഫൈഡ് സ്ട്രക്ചർ ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ വന്നു, ഞാൻ എന്താണ് ഉച്ചവരെ കടന്നു തുടങ്ങി, ഉച്ചയ്ക്ക് 5 മിനിറ്റ് വർക്ക് ചെയ്ത് വീണ്ടും കടന്നു തുടങ്ങി, അതൊന്നും ഒരു ഓർഗനൈസേഷൻ നടക്കും. നമ്മൾ വീട്ടിലും അത് നടക്കണമെന്നില്ല അല്ലേ. അപ്പോൾ ഓർഗനൈസേഷൻ, സ്ട്രക്ചർ, പിന്നെ എന്തൊക്കെയാണ് ടെക്നോളജി, എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷന് വരുന്നത്. പീപ്പിൾ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. ഓക്കെ,
ഇവിടെ പീപ്പിൾസ് എന്ന് പറയുമ്പോൾ ആൻ ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ്, പേഴ്സണാലിറ്റി, സ്കിൽ, ക്വാളിറ്റീസ്, ഇൻട്രസ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, ബിലീഫ്, വാല്യൂ ആൻഡ് ഇൻ്റലിജൻസ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ എന്താണ് ഡിഫറെൻറ്റ് അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാരക്ടറുള്ള ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കും അല്ലേ. ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും, അവരുടെ പേഴ്സണാലിറ്റി വ്യത്യസ്തമായിരിക്കും, സ്കില്ല് വ്യത്യസ്തമായിരിക്കും, ക്വാളിറ്റി, ഇൻട്രസ്റ്റ്, ഓരോരു വാല്യൂ, ബാക്ക്ഗ്രൗണ്ട്, ഇൻ്റലിജൻസ് ഒക്കെ എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, ഇൻ ഓർഡർ ടു സസ്റ്റെയിൻ a healthy environment, all the employees should be treated equally and be judged according to their work and other aspects that affect the firm. അതായത് അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെ നല്ല രീതിയിൽ ഒരു ഹെൽത്തി എൻവയറമെൻറ്റ് ഒരു ഓർഗനൈസേഷന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാ എംപ്ലോയീസിനേക്കും ഈക്വൽ കൺസിഡറേഷൻ കൊടുക്കുക. ഒരു പാർഷ്യാലിറ്റി ആ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല അല്ലെ. ഈ നല്ല ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കണമെങ്കിൽ എല്ലാ എന്താണ് എംപ്ലോയീസിനെയും എന്താണ് അവർ ഈക്വലായിട്ട് കാണും. അവരുടെ ടാലൻസിന് മാത്രം ടാലൻസ് നോക്കിയിട്ട് അവരുടെ ഹാർഡ് വർക്ക് നോക്കിയിട്ട് എന്ത് വേണം നമ്മൾ അവർക്ക് ഓരോരുത്തർക്ക് വേണ്ടത് കൊടുക്കണം. അല്ലാതെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടോ അവരുടെ കാസ്റ്റ് നോക്കിയിട്ടോ അവരുടെ ഏജ് നോക്കിയിട്ടോ അവരുടെ വേറെ ഒന്നും നോക്കിയിട്ട് ആയിരിക്കരുത് ഒരിക്കലും നമ്മളൊരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരാം. അവരുടെ ടാലൻസിൻ്റെ ബേസിൽ, അവരുടെ സ്കിൽ ആൻഡ് അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ ഇൻ്റലിജൻസിൻ്റെ ബേസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവർക്ക് ഓരോരുത്തർക്ക് വേണ്ട പൊസിഷൻസ് കൊടുക്കുക. എല്ലാ എംപ്ലോയീസിനും എന്ത് ചെയ്യണം? ഈക്വലി ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് പീപ്പിൾ എലമെൻറ്റ്സിൽ പറയുന്നത്. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ സെക്കൻഡ് എലമെൻ്റ് ആണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്? സ്ട്രക്ചർ ഈസ് എ ലേ ഔട്ട് ഡിസൈൻ ഓഫ് എൻ ഓർഗനൈസേഷൻ. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ലേ ഔട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു ഓർഗനൈസേഷൻ്റെ. ഇറ്റ് ഈസ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് റിലേഷൻഷിപ്പ് സ്ട്രാറ്റജീസ് അക്കോർഡിംഗ് ടു ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അതായത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിന് പ്രകാരം അക്കോർഡിംഗ് ടു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്താണ് അത് അറേഞ്ച് ചെയ്യണം. സ്ട്രക്ചേർഡ് ആൻഡ് അറേഞ്ച് ഓഫ് റിലേഷൻഷിപ്പ് സ്ട്രാറ്റജീസ് ഒക്കെ ചെയ്യണം, അറേഞ്ച് ചെയ്യണം ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിഫൈൻ റിലേഷൻഷിപ്പ് ഓഫ് മാനേജർ വിത്ത് എംപ്ലോയി ആൻഡ് കോ വർക്കേഴ്സ്. അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഡിഫൈൻ ചെയ്യാൻ ഒരു മാനേജർ ഉണ്ടായിരിക്കും, അവരുടെ കൂടെ എംപ്ലോയീസ് ഉണ്ടായിരിക്കും ആൻഡ് കോ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ടോപ്പ് ടു ബോട്ടം അവരുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് നമ്മൾ ആര് കഴിഞ്ഞാണ് ഇൻസ്ട്രക്ഷൻ വാങ്ങേണ്ടത്, നമ്മുടെ മുകളിൽ ആരാണ്, ABCD, അതൊരു എന്താണ് സ്ട്രക്ചറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ടെക്നോളജി. നമുക്കറിയാം എന്താണ് നമ്മുടെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്, പുതിയ ടെക്നോളജികൾ കൊണ്ടുവരണം. എൻവയൺമെൻറ്റ് എപ്പോഴും നമുക്ക് നല്ലൊരു എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം സൊസൈറ്റിക്കും. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള എൻവയൺമെൻറ്റ് വേണം. നമ്മൾ ത്രെഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുവരാൻ. എൻവയൺമെൻറ്റ് അനാലിസിസ് ഇസ് കമ്പൽസറി ആണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ചാപ്റ്റർ, നമ്മുടെ സബ്ജക്റ്റ് നെയിം ഓർഗനൈസേഷണൽ ബിഹേവിയർ. എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ? നമുക്കതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഒക്കെ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. നമുക്കൊരു സിമ്പിളായിട്ട് ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഫ്രെഡ് ലൂതൻസ് എന്ന് പറയുന്നൊരു വ്യക്തി ഓർഗനൈസേഷൻ ബിഹേവിയറിനെ അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത് നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് ഡയറക്ട്ലി കൺസേൺ വിത്ത് ദ അണ്ടർസ്റ്റാൻഡിങ്, പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ ബിഹേവിയർ എന്താണ് നമുക്ക് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ പ്രൊഡക്ഷനും കൺട്രോളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്താണ് ഡയറക്റ്റ് ആക്കിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷൻ അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് ഡയറക്ട്ലി കൺസേൺ, അവർ ഡയറക്റ്റായിട്ട് കൺസേൺ ചെയ്യുന്നത് എന്താണ്? വിത്ത് ദ അണ്ടർസ്റ്റാൻഡിങ്, പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വേറെ രാമൻ ജെ അഡ്ഡാഗ് എന്ന് പറഞ്ഞൊരു വ്യക്തി വേറെ രീതിയിൽ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എ ബ്രാഞ്ച് ഓഫ് ദ സോഷ്യൽ സയൻസ് ദാറ്റ് സീക്ക് ടു ബിൽഡ് തിയറി ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു predicting, understanding and controlling behavior with the work. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അതൊരു സോഷ്യൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ആണ്. അത് എന്താണ് സീക്ക് ചെയ്യുന്നത്? ബിൽഡിംഗ് തിയറീസ്,
that can be applied to predicting. അത് ആ തിയറീസിനെ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? നമുക്കത് അപ്ലൈ ടു പ്രെഡിക്റ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൺട്രോളിങ് ബിഹേവിയർ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള തിയറി ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ബൈ അനലൈസിങ് ദ എബോവ് ഡെഫിനിഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 2 ഡെഫിനിഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വി ക്യാൻ ഡിഫൈൻ ഓർഗനൈസേഷൻ ബിഹേവിയർ ആസ് എ ബിഹേവിയർ സയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബിഹേവിയർ സയൻസ് ആണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പോൾ നമ്മൾ 2 ഡെഫിനേഷൻ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സമ്മറി അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്താണ്? ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ബിഹേവിയറൽ സയൻസ് ആണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഓക്കെ, അത് എന്തിനെ കുറിച്ചിട്ടാണ്? നേച്ചർ ഓഫ് മെന്നിനെ കുറിച്ചിട്ട്, നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ നേച്ചറെ കുറിച്ചിട്ട്, നോളജ് ഓഫ് ഹ്യൂമൻ വുഡ് ബി യൂസ്ഫുൾ ഇൻ ഇംപ്രൂവിങ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്ലി. അതായത് ഓരോ ഹ്യൂമൻസിൻ്റെയും നോളേജ് അത് എന്തിന് യൂസ്ഫുൾ ആവും എന്നാണ് പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ എഫക്റ്റീവായ രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ എന്താണ് ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ് പറയുന്നത്. ഇനി നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഓക്കെ, അതിൽ വരുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ ഗ്രാഫ് വരുന്നത്. ഫൗണ്ടേഷൻ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ OB. അതിൽ വരുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, സോഷ്യൽ സിസ്റ്റം, ഹോൾ പേഴ്സൺസ്, കോസ്റ്റ് ബിഹേവിയർ, മ്യൂച്വാലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ ഹോളിസ്റ്റിക് കോൺസെപ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഓഫ് OBയിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽസും, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ഡിഫറെൻ്റ് ആയിട്ട് ടാലൻ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? ഒരാളെക്കാളും എന്തിനെങ്കിലും കൂടുതലായിരിക്കും. വേറെ ഇപ്പോൾ നമ്മൾ അവിടെ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, വാല്യൂ, ബിലീഫ് ആയിക്കോട്ടെ, ക്വാളിറ്റി, സ്കിൽ, എഫിഷ്യൻസി ഒക്കെ എന്താണ് എൻ്റലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരെല്ലാവരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, ഈക്വലി ട്രീറ്റ് ചെയ്യുക. ജോബ് വരുമ്പോൾ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്ക്, സ്യൂട്ടബിൾ ആയിട്ടുള്ള റൈറ്റ് പേഴ്സൺ നമ്മൾ എന്ത് ചെയ്യുക? ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ എ ഹോൾ പേഴ്സൺ എന്താണ്? വെൻ ആൻ ഇൻഡിവിജ്വൽ ഈസ് അപ്പോയിൻറ്റഡ്. അതായത് ഒരു ഇൻഡിവിജ്വൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹിസ് ഓർ ഹെർ സ്കിൽ ഓൺലി ഈസ് നോട്ട് ഹിയർഡ്. അവരുടെ സ്കില്ലോ അവളുടെയോ അല്ലെങ്കിൽ അവൻ്റെയോ സ്കില്ല് മാത്രമല്ല അവിടെ നോക്കുന്നത് അല്ലേ? പിന്നെന്താണ്? ഹിസ് ഓർ ഹെർ സിവിൽ ബാക്ക്ഗ്രൗണ്ട്, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. അതായത് അവരുടെ എന്താണ് സിവിൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാറുണ്ട്, അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നോക്കാറുണ്ട്, പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് നോക്കാറുണ്ട്, ഒക്കെ അവർ നോക്കുന്നുണ്ട്. ജസ്റ്റ് അവരുടെ ആ ഒരു സ്കില്ല് മാത്രം, ഇത്രയും കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? നോക്കുന്നുണ്ട്. എ പേഴ്സൺസ് ഫാമിലി ലൈഫ് കാനോട്ട് ബി ഡിഫറൻഷിയേറ്റ് ഫ്രം ഹിസ് ഓർ ഹെർ വർക്ക് ലൈഫ്. ആ ഒരു എന്താണ് ആ ഒരു പേഴ്സൻ്റെ ഫാമിലി ലൈഫ് ഇതിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. ഓക്കെ, അതിൻ്റെ ബേസിലൊന്നും എടുക്കുന്നില്ല. It is for this reason that managers should endeavor to make the workplace home away from home. അതെ, they not only strive hard to develop a better employee out of work, but also a finner person term of growth of fulfillment. അതായത് അവിടെ എപ്പോഴും, അതായത് അവർ വീട്ടിൽ നിന്ന് വന്നാലും വീട്ടിൽ നിന്ന് വന്നു ഓർഗനൈസേഷൻ എത്തിയിട്ടും ആ കാര്യങ്ങൾ ആലോചിച്ചിരിക്കല്ല. മാനേജേഴ്സ് എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? അവരുടെ എംപ്ലോയീസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുകയാണ് വേണ്ടത്. നല്ല ടാലൻറ്റഡ് ആക്കിയിട്ടുള്ള ആൾക്കാരാക്കി മാറ്റുകയാണ് വേണ്ടത്. ഇനി കോസ്റ്റ് ബിഹേവിയർ, തേർഡ് വൺ ആണ് കോസ്റ്റ് ബിഹേവിയർ. കോസ്റ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? അത് റാൻഡം അല്ല. എന്നാൽ എംപ്ലോയീസ് കോസ്റ്റ് ആണ്. ഓക്കെ, അല്ലാതെ അത് നോട്ട് റാൻഡം. ഓക്കെ, റാൻഡം വൈസ് അല്ല. നമുക്ക് ദിസ് ബിഹേവിയർ ഈസ് പോയിന്റഡ് ടുവേർഡ്സ് someone that the employee believe rightly or wrongly is in his or her interest. അതായത് ഒരു എംപ്ലോയി അവരുടെ താല്പര്യപ്രകാരമാണ് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. ശരിയും തെറ്റും വിശ്വസിക്കുന്നത് അവരുടെ ആ ഒരു കോസ്റ്റിന് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ മാനേജേഴ്സ് എന്ത് ചെയ്യണം? അത് റിയലൈസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യണം. എംപ്ലോയീസിന് ഇങ്ങനെയല്ല, ഇത് ഈ രീതിയിലാണ് കറക്റ്റ് ചെയ്യണം. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു എംപ്ലോയി ഒരു നമ്മളെ ഈ വർക്ക് പ്ലേസിലേക്ക് ലേറ്റായി വരിക. അപ്പോൾ ആ വ്യക്തിയുടേതായ കാരണമുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം
പെൽറ്റസ് സ്റ്റോൺ അറ്റ് റണ്ണിങ് ബസ്, ഒരു റണ്ണിങ് ബസ്സിനെ കല്ലെറിയുന്നത്. അതുപോലെ തന്നെ എന്താണ് അബ്യൂസ് സൂപ്പർവൈസറിൻ്റെ കയ്യിൽ നിന്ന് അബ്യൂസ്. അതിനൊക്കെ എന്താണ്, അതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് ഒരു കാരണം ഉണ്ടായിരിക്കും. അതാണ് കോസ്റ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. അത് അവർ അത്രയും വിശ്വസിക്കുന്ന ഒരു കാര്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി ഹ്യൂമൻ ഡിഗ്നിറ്റി എന്താണ്? This state that people want to be treated with respect and dignity. ഏതൊരു പീപ്പിൾസും ആഗ്രഹിക്കുന്നതാണ് അവരെ റെസ്പെക്ട്ഫുള്ളി ഒരു ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും. എവറി ജോബ് however simple entitled the people who do it to appropriate respect and recognition of their unique appreciation and abilities. അപ്പോൾ ഏതൊരു ജോബിനും അത് ഹാർഡായിക്കോട്ടെ, ഹാർഡ് വർക്ക് ഇല്ലാത്ത ജോബ് ആയിക്കോട്ടെ, ഏതൊരു പീപ്പിൾസിനും അവർ ചെയ്യുന്ന ആ ജോലിക്ക് അവർക്ക് ആവശ്യമായുള്ള അപ്രിസിയേഷനും റെക്കഗ്നേഷനും കിട്ടണമെന്നാണ് പറഞ്ഞത്. അതാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ദെൻ ഓർഗനൈസേഷൻസ് ആർ സോഷ്യൽ സിസ്റ്റം. എന്താണ് ഓർഗനൈസേഷൻ? എന്താണ് സൊസൈറ്റിയിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. പിന്നെ എന്താണ് പറയുന്നത്? മ്യൂച്വാലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? എന്താണ് വർക്ക് പ്ലേസിൽ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം. അപ്പോൾ എന്താണ് അവർക്ക് ആ ഒരു ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഇൻക്രീസ് ആവും. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ കൊടുത്തുള്ള ഇമ്പോർട്ടൻസ് നോക്കാം. ഓർഗനൈസേഷൻ ബിഹേവിയർ പ്രൊവൈഡ് എ റോഡ് മാപ്പ് ടു അവർ live in organization. Second, a manager in a business establishment is concerned with getting things done through delegation. Third one, the field of organization behavior is useful for improving coordinate industrial labor relation. Organization behavior help in motivating employees. Then organization behavior help effectively. ഫിഫ്ത്ത് പോയിന്റ് ഇവിടെ പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ ഹെൽപ്പ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു ഇതിൽ വല്ല കോണ്ടന്റ് സിമ്പിളാണ്, നമുക്ക് വായിച്ച് നോക്കി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ മോഡൽസ് ആണ്. ഫസ്റ്റ് മോഡൽ ഓട്ടോക്രാറ്റിക് മോഡൽ. ഓട്ടോക്രാറ്റിക് മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു മാനേജർ ഓറിയൻറ്റേഷൻ ഓഫ് അതോറിറ്റി ഉണ്ട് അല്ലേ? എല്ലാ പവറും മാനേജേഴ്സിനാണ്. അവരുടെ എംപ്ലോയീസ് മാനേജേഴ്സ് പറയുന്നത് കേൾക്കണം, അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിലാണ് എന്ത് പറഞ്ഞത് ഈ ഒരു മോഡൽ വരുന്നത്. ഇവിടെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ദേ ആർ ഡിപ്പെൻഡ് ഓൺ ദെയർ സുപ്പീരിയർ. അവരവരുടെ സുപ്പീരിയറിൽ ഡിപ്പെൻഡ് ആയിരിക്കും, അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല. അവരുടെ സുപ്പീരിയറിൽ അവരെന്തായിരിക്കും? ഡിപ്പെൻഡൻ്റ് ആണ്. ദ എംപ്ലോയി റിക്വയർമെൻറ്റ് that is met is subsistence. The performance result is less. അങ്ങനെ ആകുമ്പോഴത്തേനും പെർഫോമൻസ് റിസൾട്ട് എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് വേണമാണ് കസ്റ്റോഡിയൽ മോഡൽ. അതെന്താണ് നമുക്ക് നോക്കാം. കസ്റ്റോഡിയൽ മോഡൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവൽ റൂട്ട് എന്ന് പറയുന്നത് എക്കണോമിക് റിസോഴ്സ് വിത്ത് മാനേജീരിയൽ ഓറിയൻറ്റേഷൻ ഓഫ് മണി ആണ്. ഇവിടെ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ എംപ്ലോയീസ് റിക്വയർഡ് ദാറ്റ് ഈസ് മെറ്റ് ഈസ് സെക്യൂരിറ്റി. അവരുടെ സെക്യൂരിറ്റി ആണ് എംപ്ലോയീസ് എപ്പോഴും നോക്കുന്നത്. അവരുടെ സെക്യൂരിറ്റീനെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ സപ്പോർട്ടീവ് മോഡൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? സപ്പോർട്ടീവ് ആയിട്ടുള്ള അല്ലേ? ഇതെന്താണ്? മാനേജീരിയൽ ഓറിയൻറ്റേഷൻ ഓഫ് സപ്പോർട്ടാണ് വരുന്നത്. എന്താണ് സപ്പോർട്ടീവ്? അവരുടെ എംപ്ലോയീസിന് വേണ്ട സപ്പോർട്ടിങ് കാര്യങ്ങൾ കൊടുക്കുക. റിവാർഡ് ആയിക്കോട്ടെ, ജോബ് സെക്യൂരിറ്റി ആയിക്കോട്ടെ, സാലറി വേജസിൻ്റെ രീതിയിലൊക്കെ ആയിക്കോട്ടെ, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് സപ്പോർട്ടീവ് മോഡൽ. പിന്നെ കൊളേജിയൽ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? മോഡൽ ഈസ് പാർട്ണർഷിപ്പ് വിത്ത് മാനേജ്ഡ് ഓറിയൻറ്റേഷൻ ഓഫ് ടീം വർക്കാണ്. ഒരു ടീം വർക്കിൻ്റെ ബേസിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് എങ്ങനെയൊക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ടീം വർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പരസ്പരം നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ടീം വർക്കിൻ്റെ ബേസിലാണ് ഇത്തരത്തിലുള്ള മോഡൽ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ മോഡൽസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാത്തതിൻ്റെ വീഡിയോ കാണാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അക്കാഡമിക് സെക്ഷനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.